ഹലോ നമസ്കാരം. അപ്പോൾ എക്സലിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻസേർട്ടിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് ഇൻസേർട്ടിൽ വേർഡിൽ വരുന്ന കുറേ ടൂളുകളുണ്ട്, അതെങ്ങനെ നമുക്ക് എക്സലിൽ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് ഒന്നും കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് എക്സലിൽ മാത്രമായിട്ട് വരുന്ന കുറച്ച് ടൂളുകളുണ്ട് ഇൻസേർട്ടിൽ. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യാം, അതെങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ പറയാൻ പോകുന്നതാണ് പ്യൂയിറ്റ് ടേബിൾ. ഈ പ്യൂയിറ്റ് ടേബിളിനെ കുറിച്ച് കുറേ ക്ലാസ്സുകൾ നമ്മൾ മുമ്പ് തന്നെ എടുത്തിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ കാണാൻ നിങ്ങൾ എന്ത് ചെയ്യാം, എൻ്റെ പ്രീവിയസ് വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഈ പ്ലേലിസ്റ്റുകളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അതിൽ പ്യൂയിറ്റ് ടേബിളിനെ കുറിച്ച് അല്ലെങ്കിൽ പ്യൂയിറ്റ് ടേബിൾ എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ ബിഗിനർ ലെവൽ ടു അഡ്വാൻസ്ഡ് ലെവലിൽ കുറേ ക്ലാസ്സുകൾ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. എന്നാലും ഞാനിവിടെ സിമ്പിളായിട്ട് പ്യൂയിറ്റ് ടേബിൾ എന്താണെന്ന് ഞാനിവിടെ പറയുന്നില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ മുമ്പുള്ള വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ടേബിൾ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ നമ്മൾ കുറച്ച് നമ്പറുകൾ കൊടുത്തു. നമുക്ക് നമ്പറുകൾ ഇങ്ങനെ ജസ്റ്റ് എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാർക്ക് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. നെയിം എന്ന് എഴുതി അതിനുശേഷം നമ്മളിവിടെ വന്ന് കുറച്ച് നെയിംസ് നമ്മളിവിടെ ആഡ് ചെയ്തു, ABCDE. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കുറച്ച് സബ്ജക്റ്റുകൾ കൊടുക്കാം. മലയാളം എന്ന് ചേർത്തു, അതേപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് ചേർത്തു, അതേപോലെ തന്നെ മാത്സ് എന്ന് ചേർത്തു, അതേപോലെ തന്നെ സയൻസ് എന്ന് ചേർത്തു. കുറച്ച് സബ്ജക്റ്റുകളുടെ പേര് എഴുതി. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കുറച്ച് മാർക്കുകളൊക്കെ എൻ്റർ ചെയ്യാണ്. ഈ മാർക്കുകൾ തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തരത്തിലുള്ള മാർക്കുകൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് കുറച്ച് മാർക്കുകളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെയും നമ്മൾ കുറച്ച് മാർക്കുകൾ ആഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ എക്സലിലും അല്ലെങ്കിൽ ഏത് സോഫ്റ്റ്വെയറിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ഒരു വാല്യൂ ടൈപ്പ് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് വർക്ക് ചെയ്യുക. ജസ്റ്റ് ടൂളുകളൊക്കെ നമുക്ക് പറഞ്ഞു പോവുകയാണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാവും. അതെവിടെ അപ്ലൈ ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു വർക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണ് ഒന്നുകൂടി നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നെക്സ്റ്റ് ഇവിടെ പറയാൻ പോകുന്നതാണ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഈ സെലക്ട് ചെയ്ത ഡാറ്റാസിന് ഇതുപോലെ ജസ്റ്റ് ഒരു ടേബിൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടേബിൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ടേബിൾ സ്റ്റൈൽ ചേർത്ത് കൊടുക്കാനാണ്. ടേബിളിൻ്റെ ഇനിയും കൂടുതലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു തുടക്കം എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത ഭാഗത്തിന് ഇതുപോലെ ടേബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസെർട്ടിൽ ടേബിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി ഫോംസ് ഞാൻ തുടർന്ന് പറഞ്ഞുതരാം. ഇല്ലുസ്ട്രേഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ചെക്ക് ബോക്സ് തുടർന്ന് പറഞ്ഞുതരാം. ഇനി നമ്മളിവിടെ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നതാണ് ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിലുള്ള ഡാറ്റൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ചാർട്ട്. അതായത് ഈ ടേബിളിൽ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ആ ഡാറ്റാസുകളൊന്നും നമുക്ക് കറക്റ്റ് അനലൈസ് ചെയ്യാനോ അതല്ലെങ്കിൽ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊന്നും അറിയില്ല. ഇപ്പോൾ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു ചെറിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആർക്കാണ് ഹയസ്റ്റ് മാർക്ക്, ഏതാണ് ലോവസ്റ്റ് മാർക്ക്, ഒരു കുട്ടി ഇംഗ്ലീഷിന് ഏത് കുട്ടിയാണ് ടോപ്പ് മാർക്കിൽ നിൽക്കുന്നത്, ഏത് കുട്ടിയാണ് ലോവസ്റ്റ് മാർക്കിൽ നിൽക്കണതെന്ന് നമുക്ക് ഒരു ടേബിളിലായിട്ട് കാണിച്ചു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനും അതിന് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താവുന്നൊരു മാർഗ്ഗമാണ് ചാർട്ട് ഒരു രൂപത്തിലല്ല, പല വിധത്തിലുള്ള ചാർട്ടുണ്ട്. ലൈൻ ചാർട്ട്, അതേപോലെ തന്നെ ബാർ ചാർട്ട്, കോളം ചാർട്ട്, അതേപോലെ ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, അങ്ങനെ കുറേ ചാർട്ട് ഫോർമാറ്റുകളുണ്ട്. എൻറ്റയർലി എല്ലാ ചാർട്ട് ടൂളും ഏതാണ്ടെല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ മനസ്സിലാക്കി പഠിച്ചെടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു ചാർട്ട് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം 2D കോളം എന്നുള്ളൊരു ചാർട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന രണ്ട് ടൂളാണ് ചാർട്ട് ഡിസൈൻ ആൻഡ് ഫോർമാറ്റ്. എപ്പോഴാണോ നമ്മൾ ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമായിരിക്കും ഈ രണ്ട് ടൂളും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുക. ചാർട്ടിൻ്റെ പുറത്താണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ ടൂള് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരില്ല. ഇനി ഇതിൽ ആദ്യം തന്നെ വരുന്നതാണ് ആഡ് ചാർട്ട് എലമെൻറ്റ്. ഈ ചാർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എലമെൻറ്റ്സുകളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഡ് ചാർട്ട് എലമെൻറ്റ് ഉപയോഗിക്കുന്നത്. ഇതിൽ ആദ്യം തന്നെ വരുന്നതാണ് ആക്സസ് എന്ന് പറഞ്ഞാൽ ഈ എക്സും വൈനെയും വരുന്നതിന് ആക്സസ് എന്ന് പറയുന്നത്. ഇത് പ്രൈമറി ഹൊറിസോണ്ടലിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഹൊറിസോണ്ടൽ ഭാഗത്തുണ്ടായിരുന്ന ഡാറ്റാസ് ഇവിടെ പോയിട്ടുണ്ടാവും. അതേപോലെ തന്നെ പ്രൈമറി വെർട്ടിക്കലിലാണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആ വെർട്ടിക്കൽ ഭാഗത്തുള്ള ഡാറ്റാസും പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് ആക്സസ് ടൈറ്റിൽ, ഇതിൻ്റെ താഴെ നമുക്ക് എന്തെങ്കിലും ഒരു ടൈറ്റിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, നെയിം എന്ന് ചേർത്ത് കൊടുത്തു.
നെയിം ഒന്ന് ചേർത്തു. അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് ആ നെയിം ഒന്ന് കാണിച്ചു തരും. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് മാർക്ക് എന്നാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മാർക്ക് എന്ന് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്കിതുപോലെ മാർക്ക് എന്നും വരും. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഇതിന് ടൈറ്റിലൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആഡ് ചാർട്ട് എലമെൻറ്റിലെ ആക്സസ് ടൈറ്റിൽ ഉപയോഗിക്കുന്നത്. ഇനി ചാർട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ചാർട്ടിൻ്റെ മുകളിൽ നമുക്ക് ടൈറ്റിൽ വേണ്ട എന്നുണ്ടെങ്കിൽ നണ്ണ് കൊടുക്കാം. ഇനി അതല്ല ഇതിലേതെങ്കിലും ഒരു ചാർട്ട് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടുന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു ചാർട്ട് മോഡൽ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ചേർത്ത് കൊടുത്തു സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. ഇതന്നെ ആവണമെന്നില്ല, എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ചാർട്ടിൻ്റെ മുകളിൽ ആ ടൈറ്റിലായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡാറ്റ ലേബൽ. നമ്മൾ ആ ടേബിളിൻ്റെ ഉള്ളിൽ കുറേ മാർക്കുകളൊക്കെ കൊടുത്തിരുന്നു. അതൊക്കെ ഈ ടേബിളിൻ്റെ മുകളിൽ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ലേബൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഡാറ്റ ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൊടുത്ത ടേബിളിനെ തന്നെ നമുക്ക് ഈ ചാർട്ടിൻ്റെ താഴെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ് ഡാറ്റ ടേബിൾ യൂസ് ചെയ്യുന്നത്. എറർ ബാർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ആ ബാർസ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ. ഗ്രിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ലൈൻസുകൾ ഗ്രിഡ് ലൈനിൻ്റെ എണ്ണം കൂട്ടാനും അതേപോലെ തന്നെ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ലെജൻഡ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതിനാണ് ഈ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഈ കാണുന്നതിനാണ് ലെജൻഡ് എന്ന് പറയുന്നത്. അത് വേണ്ട എന്നുണ്ടെങ്കിൽ നണ്ണ് കൊടുക്കാം. അതല്ല ഏത് ഭാഗത്താണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഇതിൽ ഓരോ ടൂളുകളും നിങ്ങൾ എന്ത് ചെയ്യുക, 1 by 1 ആയിട്ട് സെലക്ട് ചെയ്ത് നോക്കുക. ഇനി ഇതല്ല നമുക്ക് അവിടുന്ന് ഓരോന്ന് ഇങ്ങനെ മാറ്റാതെ നമുക്ക് പെട്ടെന്ന് നമുക്കിതിലേക്ക് വേണ്ട ചേഞ്ചസുകളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് ക്വിക്ക് ലേഔട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പല ലേഔട്ട്സിൻ്റെ മോഡലുകൾ നമുക്കിവിടെ കാണിക്കും. ഇത് ഏത് മോഡലാണോ വേണ്ടത് അത് നമുക്കിവിടുന്ന് സെലക്ട് ചെയ്യാം. അതേപോലെ ചേഞ്ച് കളർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻറ്റിൽ ഇപ്പോൾ ഉള്ള കളേഴ്സൊക്കെ മാറ്റിയിട്ട് നമുക്കിഷ്ടമുള്ള കളറുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചേഞ്ച് കളർ യൂസ് ചെയ്യുന്നത്. ചാർട്ടിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ. പിന്നെ ചാർട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിൽ ഏത് സ്റ്റൈലിലാണോ ഈ ചാർട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത് അത് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. പല മോഡലിലെ സ്റ്റൈലുകൾ തന്നിട്ടുണ്ട്. ഇത് ഏത് മോഡലിലെ സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. പിന്നെ ഇവിടെ വരുന്നതാണ് സ്വിച്ച് റോ ആൻഡ് കോളം. ഇപ്പോൾ ഇവിടെ പേരും അതേപോലെ തന്നെ ഇവിടെ സബ്ജക്റ്റുമാണ്. ഇത് നേരെ തിരിച്ച് ഇവിടെ സബ്ജക്റ്റ് ഇവിടെ പേരും ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് റോ ആൻഡ് കോളത്തിൽ ക്ലിക്ക് ചെയ്താൽ അത് നേരെ ഈ രൂപത്തിലേക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ റോയും കോളവും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് സ്വിച്ച് റോ ആൻഡ് കോളം യൂസ് ചെയ്യുന്നത്. സെലക്ട് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഏതെങ്കിലും ഒരു ഡാറ്റനെ മാത്രമായിട്ട് ബേസ് ചെയ്ത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കാണാം. അപ്പോൾ മലയാളം നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കി, ഇംഗ്ലീഷ് ഒഴിവാക്കി. ഇനി മാത്സിൻ്റെയും സയൻസിൻ്റെയും മാത്രം ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ കാണണമെന്നുണ്ടെങ്കിൽ ഓക്കെ അമർത്തിയാൽ ഇവിടെ സയൻസ് അതേപോലെ മാത്സ് അങ്ങനെ നമുക്ക് വേണ്ട ഡാറ്റ മാത്രമായിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സെലക്ട് ഡാറ്റ യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ചേഞ്ച് ചാർട്ട് ടൈപ്പ്. ഇപ്പോൾ കറൻറ്റിൽ ഇപ്പോൾ ഈ 2D കോളം ചാർട്ട് ടൈപ്പാണുള്ളത്. ഈ ഫോർമാറ്റ് മാറ്റിയിട്ട് നമുക്കിതിലെ വേറെ ഏതെങ്കിലും ഫോർമാറ്റിലേക്ക് ചാർട്ടിന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചേഞ്ച് ചാർട്ട് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. മൂവ് ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷീറ്റ് 1ലാണ് ഈ ചാർട്ട് നിൽക്കുന്നത്. ഇത് 2ലേക്കോ 3ലേക്കോ അങ്ങനെ വേറെ ഏതെങ്കിലും ഷീറ്റിലേക്ക് നമുക്ക് ഈ ചാർട്ടിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മൂവ് ചാർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് 2ലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷീറ്റ് 2 സെലക്ട് ചെയ്താൽ നേരെ 2ലായിരിക്കും വരിക. ഇനി 3ലേക്കാണ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് 3 സെലക്ട് ചെയ്താൽ നമുക്ക് നേരെ 3ലേക്കായിരിക്കും പോവുക. അങ്ങനെ ഈ ചാർട്ട് ഒരു പേജിൽ നിന്ന് നമുക്ക് മറ്റൊരു പേജിലേക്കൊക്കെ ഇതുപോലെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മൂവ് ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഏത് ഷീറ്റിലേക്കാണോ നമുക്ക് മൂവ് ചെയ്യേണ്ടത് അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് മൂവ് ചാർട്ട് യൂസ് ചെയ്യുന്നത്. അത് ഒന്നിലധികം ഷീറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മൂവ് ചാർട്ട് എന്നുള്ള ഓപ്ഷന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റൂ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഫോർമാറ്റ്. ഫോർമാറ്റിൽ ആദ്യം തന്നെ വരുന്നതാണ് ഫോർമാറ്റ് സെലക്ഷൻ. നമ്മളിതിൽ ഏത് ഭാഗം സെലക്ട് ചെയ്തോ ആ ഭാഗത്തിന് നമുക്ക് വേണ്ട ഡിസൈൻസ് സ്റ്റൈലുകൾ ഇവിടുന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഭാഗത്തുള്ള ഫില്ലിൽ പോയിട്ട് നമുക്കിതിലേക്ക് എന്ത് കളർ വേണോ അത് നമുക്ക് ഇവിടുന്ന് ഫില്ല് ചെയ്യാം. കളറ് മാത്രമല്ല പിക്ചറോ അതല്ലെങ്കിൽ പാറ്റേണോ അതല്ല വേറെ ഏതെങ്കിലും ഡിസൈനുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ഇതിൻ്റെ ബോർഡറിനെ അതായത് ആ ഓരോ ഭാഗത്തിനും നമുക്ക് എഫക്റ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ്. ഏതാണോ സെലക്ട് ചെയ്തത് ആ ഭാഗത്തിന് മാത്രമായിട്ട് നമുക്ക് വേണ്ട സ്റ്റൈലുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫോർമാറ്റ് സെലക്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നെക്സ്റ്റ് വരുന്നതാണ് റീസെറ്റ് ടു മാച്ച് സ്റ്റൈൽ. നമ്മളിതിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഓപ്ഷൻസുകളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി ആദ്യം നമ്മൾ എങ്ങനെയാണോ ഈ ചാർട്ട് ക്രിയേറ്റ് ചെയ്തത് ആ സ്റ്റൈലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റീസെറ്റ് ടു മാച്ച് സ്റ്റൈൽ ഉപയോഗിക്കുന്നത്. പിന്നെ ബാക്കി ഇതിൽ ഈ കാണുന്ന ടൂളുകളൊക്കെ നമ്മൾ ചാർട്ടിൽ പഠിച്ച
ഷേപ്പിൽ പഠിച്ച ടൂളുകൾ തന്നെയാണ്. അപ്പോൾ ഇത് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് രൂപത്തിലുള്ള സ്റ്റൈലുകളാണോ വേണ്ടത് അതെല്ലാം ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകം പറയുന്നു, ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളൊരു വർക്ക് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുക. വർക്ക് നിങ്ങളെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അത് എടുത്ത് ചെയ്യുക. ഇനി അവൈലബിൾ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന പല വർക്കുകൾ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.